ഹേയ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ സ്റ്റഡി വ്ലോഗാണ്. ഉച്ചയ്ക്കായിരുന്നു പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1:30 മണിയോട് കൂടിയിട്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എൻ്റെ ഫിസിക്സിൻ്റെ ബേസിക് ക്ലാസ്സിൽ പാർട്ട് 5 എനിക്ക് ക്ലാസ് കാണാനുണ്ടായിരുന്നു. ക്ലാസ് കാണുന്നുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഞാൻ കറക്റ്റ് ക്ലാസ്സിലേക്ക് കയറി തുടങ്ങും. അപ്പോൾ അതിനുശേഷം ഞാൻ കറക്റ്റ് വ്ലോഗ് ഇടും എന്നുള്ളതിൽ ഉറപ്പില്ല. മാക്സിമം ഞാൻ വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ തന്നെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആവാനും കൂടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ പോസിറ്റീവ് കമൻസ് ഒക്കെ കാണുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. മുന്നോട്ട് പോകാനുള്ളൊരു എനർജി കൂടിയാണ് കിട്ടുന്നത്. അപ്പം മെയ് ലാസ്റ്റ് വരെ ഞാൻ കറക്റ്റ് വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ജൂൺ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്ലോഗൊന്നും കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയൊന്നുമില്ല. പിന്നെ ഞാനൊരു പാർഷ്യൽ ഡ്രോപ്പ് ആയേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി മാനേജ് ചെയ്യാനും ഒരു റിസ്ക് ഉണ്ടായേക്കാം. അപ്പം ഞാൻ ഷുവർ പറയുന്നില്ല പാർഷ്യൽ ഡ്രോപ്പ് ആണെന്നുള്ളത്. മേ ബി പാർഷ്യൽ ഡ്രോപ്പ് ആയേക്കാം. അതെന്തിനാലും ഞാൻ അടുത്ത വ്ലോഗിലൊക്കെ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെ ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ 2:22 ആയിട്ടുണ്ട്. നെക്സ്റ്റ് ലോക്കോമോഷൻ NCERT റീഡ് ചെയ്യാനാണ് പോകുന്നത്. നമ്പർ ഓഫ് ബോൺസ് എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ഞാനിതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് നോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി വെച്ചാണ് ഞാനിത് പഠിക്കുന്നത്. നമ്മുടെ കയ്യിൽ തന്നെ ഏതൊക്കെ ബോൺസാണ് ഉള്ളതെന്ന് നമ്മൾ തന്നെ കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ആ ഒരു പോർഷൻ തന്നെ നമുക്ക് ഈസി ആവും. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽസ് ഓഫ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് കാണുന്നുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രെച്ചിൽ ഇരുന്നതിന് സെക്കൻഡ് പാർട്ടും കാണുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് ക്ലാസ്സിൽ സാറ് അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബേസിക്സ് ആയിട്ട് നമുക്കറിയാവുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പും പീരീഡും അത് എത്ര പീരീഡ് ഉണ്ട് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. സെക്കൻഡ് പാർട്ടിലും വലുതായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സാർ അതിൽ പറയുന്നത്. എന്നാലും നമുക്കതൊരു റിവിഷനായിട്ട് തോന്നും. നെക്സ്റ്റ് ലോക്കോമോഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. സൈലത്തിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തേർട്ടി മിനിറ്റ് പോമഡോറോ സെറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് കഴിഞ്ഞു പോയി ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ടൈമാണ്. ബോഡി ഫ്ലൂയിഡ്സും ബ്രീത്തിങ്ങും ഞാൻ റിവിഷൻ ചെയ്യുന്നുണ്ട്.
നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ കുറേ ടൈം വേണ്ടി വരും റിവിഷൻ ചെയ്യാനായിട്ട്. പിന്നെ അതൊരു 10 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ടോപ്പിക്ക് റിവിഷൻ ചെയ്ത് കഴിയാൻ പറ്റും. ഡെയിലി ഇങ്ങനെ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, എന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഡെയിലി മാത്സായിട്ട് മാത്സിലെ കുറച്ച് കണക്കുകൾ ചെയ്ത് നോക്കുന്നുണ്ട് സ്പീഡ് കൂട്ടാനായിട്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ റിവിഷന് വേണ്ടിയിട്ട് ഡെയിലി ഒരു 1.5 അവർ കൊടുക്കാറുണ്ട്. ഇപ്പം ബയോളജിയും ബേസിക്സും മാത്രം പഠിക്കുന്നതുകൊണ്ട് അത്രയും സമയം എടുക്കുന്നുള്ളൂ. ഇനി ഒരു ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂറോളം എനിക്ക് റിവിഷന് കൊടുക്കണമെന്നുണ്ട് 3 സബ്ജക്റ്റിനും കൂടിയിട്ട്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടു ഡു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിക്സ് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് കംപ്ലീറ്റ് ചെയ്തതനുസരിച്ച്. അപ്പോൾ ഇന്ന് എനിക്കൊരു വാശിയായിരുന്നു. ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പഠിച്ചിട്ട് കിടക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടോപ്പിക്സ് ഒന്നും പഠിക്കാനിടുന്നില്ല. എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഉറപ്പുള്ള അത്രത്തോളം ടോപ്പിക്സ് ഞാൻ ടു ഡു ലിസ്റ്റിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ റിവിഷന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. റിവിഷൻ ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ ഡേറ്റിലാണ് ഞാൻ റിവിഷൻ ചെയ്യുന്നതെന്നുള്ളത് എഴുതാനായിട്ട്. സമയം ഏകദേശം 12:57 ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ടൂർ കിട്ടുന്ന എല്ലാ ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു വാശിയായിരുന്നു. ഇന്നത്തെ ദിവസം എങ്ങനെയായാലും എന്തൊക്കെ സംഭവിച്ചാലും കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഉറങ്ങുള്ളൂ ഉള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു, എന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇനി ജേർണൽ എഴുതാൻ പോവുകയാണ്. ഞാൻ മോർണിംഗ് ആയിരുന്നു ജേർണൽ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് നൈറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് ആ ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് ആണിപ്പോൾ ഞാൻ എഴുതാറുള്ളത്. ചില ദിവസങ്ങളിൽ പ്രൊഡക്റ്റീവ് അല്ലായിരിക്കും, അപ്പോൾ ഒരു റിഗ്രറ്റോട് കൂടിയിട്ടായിരിക്കും ഞാൻ എഴുതുന്നത് ജേർണൽ. നെക്സ്റ്റ് എന്താണെന്നുള്ളത് പ്ലാൻ കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ടു ഡു ലിസ്റ്റ് ഇട്ട് വെച്ച എല്ലാ ടോപ്പിക്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ജേർണൽ എഴുതാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ലേറ്റായിട്ടായിട്ടും ഉറങ്ങാറുള്ളത്, ലേറ്റ് നൈറ്റായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. ഇനി മുതൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയാലും ആലോചിക്കുന്നുണ്ട്. അതെനിക്ക് ശീലിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ പതുക്കെ ചേഞ്ച് ചെയ്ത് മോർണിംഗ് പേഴ്സൺ ആയിട്ട് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. സോ നടക്കട്ടെ. അപ്പോൾ ജേർണൽ എഴുതാം. അങ്ങനെ ഞാൻ ജേർണൽ എഴുതുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, പ്രൊഡക്റ്റീവ് ആയിരുന്നു അല്ലയോ, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാനതിൽ എഴുതുന്നുണ്ട്. നമ്മൾ ഒരാളുടെ അടുത്ത് പറയുന്നതിനേക്കാളും നമുക്കിങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതെന്നുള്ളതിനെ പറ്റി ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. അങ്ങനെ ജേർണലൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നാളത്തേക്കുള്ള അലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 7 മണിക്ക് എണീക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 7 മണി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് തവണ ഞാൻ അലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് എണീറ്റേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിലും ഞാനൊരു ടൈമിൽ എണീക്കണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കുറേ തവണ അലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.